സൗണ്ട് എങ്ങനെയുണ്ട്? ചെറിയ സൗണ്ടേ ഉള്ളൂ. സൗണ്ട് ഉണ്ട്. ചേട്ടാ ഇതിന്റെ പുറകിലെ ഹൈ ടെൻഷൻ കുറച്ചാൽ മതി. Gracias.
കോറസ് ഹാർമോണിയം ഇവിടെ മതി, തബല ഇവിടെ മാത്രം മതി. എന്റെ തന്നെ കിട്ടാ മതി, കുറച്ചിട്ടാ മതി കേട്ടോ. കോറസ് അങ്ങോട്ട് വേണ്ട, കോറസ് ഒന്നും അതിൽ വേണ്ട. Radhe Krishna, Radhe Krishna, Radhe Krishna, Radhe Krishna. Again. And out again on Radhe Krishna, Radhe Krishna. Let's show that. Inside out again, outside, output out. Radhe Krishna again. Radhe Krishna, Radhe. Let's show that. Radhe Krishna, Radhe Shyam. Radhe Shyam. What did you do now? Box it. Radhe Shyam. Radhe Shyam. കുറച്ചൊരു പൊടിക്കൂടെ കയ്യിലാണ്. Radhe Shyam. Radhe Shyam. വിനോദ ഔട്ട് ഓഫ് വിനോദ് ഇവിടെ ഇരിക്കുന്നു. Radhe Shyam. ജാറിയുന്നുണ്ടോ? മൈക്ക് അത് അടച്ചിട്ടത് കൊണ്ടാണോ? അല്ല. Radhe Shyam. മൈക്ക് മറന്നുപോലെ. Radhe Shyam. വേറെ ഉണ്ടോ? Radhe Krishna. ഈ മൂന്ന് കോറസും ഇതൊക്കെ വരുമ്പോ പാട്ടാണ്. Radhe Shyam. കുറച്ചുകൂടെ Radhe Shyam. Radhe Krishna, Radhe Shyam. May Narayana, Devi Narayana. Sabbana ലേശം പ്രശ്നം. Radhe Krishna, Radhe Radhe Shyam करो आगे आउट गए. Radhe Shyam कौन-कौन डिले हो गया है. Radhe Shyam. Radhe Shyam ठीक है नो ओके. माइक मारना വേണ്ടല്ലോ. Radhe Shyam. ini gini Pak. Baik. Radhe Shyam. Okay ഇല്ലേ? ബേസ് ലേശം കുറച്ച് കാരണം ബേസ്മെന്റിൽ വരുമ്പോഴാണ് പോപ്പിംഗ് വരുന്നുണ്ട്. Radhe Shyam ഇടി പോലെ വരുവാണ്. ക്ലാരിറ്റി ഇരുന്നുണ്ട്. ബേസ് കുറച്ച് ഞാൻ മുകളിലാണ് എല്ലാ പാട്ടും. നല്ല ഉഗ്ര നീക്കുവാണ് ഇപ്പൊ. ആ ക്വാളിറ്റി കുറച്ച് മതി പോലെ കുഞ്ഞോ. Radhe Krishna, Radhe Shyam. Radhe Shyam. Radhe Shyam. Radhe Shyam. ഈ മൈക്കിന്റെ ചാനൽ ഒന്ന് മാറ്റാമോ? നമ്മുടെ അമ്പലല്ലേ, നമ്മൾ നാമം ജപിക്കണം നമുക്ക് വേണ്ടിയല്ലേ.
രാധേ കൃഷ്ണ രാധേശ്യാം. ഓക്കെ, മോണിക്കോ രാധേശ്യാം മണി രാധേശ്യാം കുറച്ച് 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 രാധേശ്യാം. ചേട്ടാ ഇതിന്റെ ബാക്കിലെ ഇത് ഹൈലൈറ്റ് കുറച്ചേക്കാവോ? നമ ശിവായ. രാധേശ്യാം പുറത്തേക്ക് കുറവാ. രാധേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം. സന്തോഷം. ഡിലേ കണ്ടെന്നില്ല. ഇതെല്ലാം മൂന്നിലും കുറച്ച് കൊടുത്താൽ ഡിലേ ഇല്ലാണ്ട് കൊടുത്താൽ മതി. ഹാർമോണിയം തുറക്കാൻ പറ്റുന്നില്ല. രാധേശ്യാം മോണിറ്ററിലേഷൻ കുറച്ച്. രാധേശ്യാം. എല്ലാവരും പാദത്തിലും വേണ്ടി നമസ്കരിക്കണം. സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങൾ എല്ലാവരും കുമരം ചിറ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം. ജാതി മതവർഗ രാഷ്ട്രീയ ഭേദമന്യേ തേപ്പപാറയിലെ സുന്ദരി കുട്ടിയായ കുമരഞ്ചിറ ഭദ്രകാളി അമ്മയുടെ തിരുമുറ്റം ഇത്ര ഭംഗിയായി ഒരുക്കിയത് നമ്മുടെ ശാന്തകുമാർജി അടക്കമുള്ള സ്നേഹജനങ്ങളാണ്. അതിന്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് ആദ്യം ഒരു വലിയ കൈയടി കൊടുക്കാം. അതിന് നേതൃത്വം കൊടുത്ത ചന്ദ്രചേട്ടൻ ഒരു വലിയ കൈയടി, ആ കുടുംബത്തിന് ഒരു വലിയ കൈയടി ആവശ്യം. അമ്പലം എങ്ങനെ ആക്കി കൊണ്ട് നാട്ടുകാരുടെ കൈയടിയാ പറഞ്ഞു ഉറക്കം കൊടുക്കണം. രാധേശ്യാം. അതുപോലെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഓടി ഓടി നടന്ന് എണ്ണയൊക്കെ കൊണ്ടു തന്നു എല്ലാ കാര്യങ്ങളും ഒതുക്കി. ശരിയായോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും, അമ്മമാർക്ക്, ടീച്ചർക്ക്, എല്ലാവർക്കും, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഒരു വലിയ കൈയടി ആദേശം. എല്ലാവരും വലിയ വലിയ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയെ സേവിക്കാൻ വന്നവരാ. ശിവകുണ്ടി ചേട്ടൻ അടക്കമുള്ള എല്ലാവരും നല്ല ഹൃദയം തുറന്നൊരു വലിയ കൈയടി കൊടുക്കും ആദേശം. സന്തോഷം. ഇനിയാണ് ക്ഷേത്രത്തിന്റെ തന്ത്രി മുഖ്യം തുടങ്ങി ഇവിടെ അടിച്ചു വാരി പാത്രം കഴുകി അന്നദാനശാലയിൽ വരെ പ്രവർത്തിക്കുന്നവർക്കൊരു കൈയടി. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു കൈയടി കൊടുക്കുക. ഏകദേശം 8000 ശിഷ്ട വേദികളിൽ ഇരുന്ന നിങ്ങളുടെ സ്വന്തം പ്രശാന്തയുടെ നിങ്ങൾക്ക് വേണ്ടി നാമം ജപിക്കാൻ നിങ്ങളുടെ മുമ്പിലെത്തിക്കുക. മങ്ങാട് മഹാഗണപതിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ ഇത് അനിലേക്കൻ വരാൻ പോകണം. എല്ലാ സന്തോഷം. അവിടെ അനിലേക്കനാണെങ്കിൽ ഇവിടെ അനിലേക്കന്റെ കസിനായിരിക്കുന്ന ശാന്തി ജംഗ്ഷനാണ്. അതിനു മുമ്പ് തന്നെ പരിചയമുള്ള ബോംബെയിലെ ഗാന്ധേശ്വരന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത വിനോദിനും കുടുംബാംഗങ്ങൾക്ക് ഒരു വലിയ കൈയടി നമസ്കാരം. അവിടുത്തെ മക്കൾക്ക് മയ്യപ്പ സ്വാമി നടത്തുന്നത് സന്തോഷം. ഇവിടെ സൗണ്ട് എഞ്ചിനീയർമാർക്ക് ഒരു വലിയ കൈയടി നമസ്കാരം. എല്ലാ സന്തോഷം ഉണ്ടാവട്ടെ. രാധേ കൃഷ്ണ. ഒന്ന് മോണിറ്റർ തട്ടിയല്ലേ. രാധേശ്യാം. ശരി, സന്തോഷം. രാധേശ്യാം രാധേശ്യാം. ഓക്കെ, വലിയ നമസ്കാരം നമസ്കരിക്കാൻ പോണ്. ലോകത്തിൽ ഏറ്റവും ചെറിയ ആളാണ്. ഇപ്പം ഈ ഭജന പാടാൻ തുടങ്ങിയ ഏറ്റവും ചെറിയ ആളാണ്. നമസ്കരിക്കണം. തവ ദാസോഹം ദാസോഹം ദാസോസ്മിഹം. ഇണ്ടളയപ്പന്നടാ പരിചയമില്ലാത്ത പേരായിരുന്നു. രാധേ കൃഷ്ണ രാധേശ്യാം. എല്ലാവർക്കും നല്ലത് വരണം.
സന്തോഷം ഉണ്ടാവണം, സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവണം കേട്ടോ. അതിനാണ് ഈ നാമജപം. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറോ സൂപ്പർ സ്റ്റാർ സിംഗറോ സിനിമാ പാട്ടുകാരനോ വലിയ ഗാനമേള പാടുന്ന ആളോ ഇല്ല. നിങ്ങളുടെ പ്രശാന്തേട്ടൻ, നിങ്ങൾ എന്റെ നാമങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന നാമം ജപിക്കാൻ യോഗ്യത നേടി. ഔട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ച് സന്തോഷമായിട്ട് നമുക്ക് നാമം ജപിക്കാം. ഓമനഞ്ചര ഭഗവതി നമ്മളെ അനുഗ്രഹിക്കും. സന്തോഷം ഉണ്ടാവട്ടെ കേട്ടോ. ചിരിക്കൂ, ചിരിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും ചിരിക്കും. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ള കുറച്ച് വിശ്വാസം ഉണ്ടാവട്ടെ. തുടങ്ങാം നമുക്ക്. 9:5-11:5. चक्षु श्रोत्रग्राण जिह्वारे दो बुद्ध्याकृति संकल्पामे शुद्ध्यन्दां शब्दस्पर्शरूपरसगन्धामे शुद्ध्यन्दां സാക്ഷിയായി എന്റെ കൂടെ ഉണ്ടാവുന്ന ഉറച്ചു വിശ്വസിക്കുന്നവൻ ഭക്തൻ അല്ലെങ്കിൽ ഭക്തൻ. ഞാൻ വീണുപോയാൽ അമ്മ എന്നെ എഴുന്നേൽപ്പിക്കും. വീണത് അമ്മയുടെ കാരുണ്യം കൊണ്ട്, എഴുന്നേൽപ്പിക്കുന്നു അമ്മയുടെ കാരണം കൊണ്ട്. നമ്മൾ കൊണ്ടുവന്ന കർമ്മദോഷങ്ങളൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാന്തകുമാരേട്ടന്റെ കുടുംബത്തിലെ എല്ലാ സങ്കടങ്ങളും മാറട്ടെ. അനിലേട്ടന്റെ കുടുംബത്തിലെ സങ്കടങ്ങൾ മാറട്ടെ. വിനോദിന്റെ കുടുംബത്തിലെ സങ്കടങ്ങളെല്ലാം മാറട്ടെ. ഈ തന്ത്രി മുഖ്യം തുടങ്ങി അടിച്ചുവാരി പാത്രം വേണ്ടി സേവനം ചെയ്യുന്നവരുടെ ഒക്കെ സങ്കടങ്ങൾ മാറട്ടെ. ഇവിടെ പൂവിട്ട് ആരാധിച്ച ഇവിടുത്തെ എല്ലാ കാര്യകർത്താക്കൾ, ശിവകുട്ടി ചേട്ടനടക്കമുള്ള, ടീച്ചറടക്കമുള്ള, മറ്റെല്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സകല കാര്യകർത്താക്കളും പൂവിട്ടതും അല്ലാത്തതുമായ സകലവരുടെയും സങ്കടങ്ങൾ അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടാവട്ടെ. ഇത് ഗാനമേലല്ല, നിങ്ങൾ കൂടെ പാടുന്നുണ്ടെങ്കിൽ മാത്രം. എന്താ 2 മണിക്കൂറുണ്ട് നാമജപം. ഈ രാമജപത്തിൽ ഹരിവരാസനാണ് അവസാനം. 10:50 ഹരിവരാസനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുവരെ ഇരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഗാനമേള അല്ലാത്തതുകൊണ്ടും ഈ ദേശത്തിന് വേണ്ടിയുള്ള നാമജപം ആയതുകൊണ്ടും ഇരുന്നാൽ സന്തോഷം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു 5 മിനിറ്റ് പാട്ട് കേൾക്കാൻ വരെ ഇപ്പൊ ആർക്കും സമയമില്ല. അതുകൊണ്ടാണ് മൊബൈൽ എടുത്തിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ കേൾക്കുന്നത്. സമാധാനമില്ലാത്തൊരവസ്ഥയാണ് ജീവിതം. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ശിവൻ അറുകാലിക്കൽ മഹാദേവനെ ആദ്യം വന്ദിക്കണം. ഭഗവാന്റെ മകളാണ് ആര്? ഓമനഞ്ചര ദേവി. അതുകൊണ്ട് സർവചരാചര ഗുരുവുമാണ് മഹാദേവൻ. അപ്പൊ നമ്മൾ പാടുന്ന പാട്ട് ഏറ്റുപാടുമ്പോ പാടിക്കോട്ടാം. ശിവം ശിവകരം ശാന്തം. ഉറക്കെ ചെവിച്ചോ. സകല സങ്കടങ്ങളും എടുത്തിട്ട് പ്രശാന്തം ഒന്നും തരണ്ട. കുറെ പേര് വാഗ്ദാനങ്ങളൊക്കെ തന്നു, സഹായിക്കാം. കുറെ പേര് സഹായിക്കുന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല. 4 കുട്ടികൾ ഇപ്പൊ പഠിക്കണമുണ്ട്. ചാരിറ്റിയാണ്. ഇവിടെ തരുന്ന ദക്ഷിണയില് 30% നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ സേവനത്തിലാണ്. സേവ ഞങ്ങളെല്ലാവരും ഒരേപോലെ സമർപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായ ഓരോ ക്വാളിറ്റി ഉണ്ട്. അത് മുഴുവൻ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ്.
മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊന്നും ഒരു പരിവേഷം ആവശ്യമല്ല. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. അതിനാണ് നമ്മുടെ ജപം. ശിവം ശിവകരം ശാന്തം. എവിടെ ശിവം ശിവകരം ശാന്തം? ശിവം ശിവകരം ശാന്തം. ശിവം ശിവകരം ശാന്തം. ശിവാത്മാനം ശിവോത്തമം. ശിവാത്മാനം ശിവമാർഗ പ്രണേതാരം. ശിവമാർഗ പ്രണേതാരം. പ്രണതോസ്മി സദാ ശിവം. പ്രണതോസ്മി സദാ. അരുളാലിക്കൽ മഹാദേവനെ കണ്ണുനീർ കൊണ്ട് ജലധാര ചെയ്യാം. പാതാരവിന്ദങ്ങളിൽ വീണ് നിത്യം നമസ്കരിച്ചിടാം. കുമരൻ ചില ഭഗവതിതൻ മക്കളാം അടിയങ്ങളെ കാത്തുകൊള്ളേണമേ തമ്പുരാനെ. കൈലാസവാസനെ പ്രസാദിച്ചിടമേ. ഹര ഹര ശങ്കര ഗൗരീ ശങ്കര സാംബ സദാ ശിവ ശംഭോ. ഹര ശങ്കര ഗൗരീ ശങ്കര സാംബ സദാ ശിവ ശംഭോ. ഹര ഹര ശങ്കര ഗൗരീ ശങ്കര സാംബ സദാ ശിവ ശംഭോ. ഹര ശങ്കര ഗൗരീ ശങ്കര സാംബ സദാ ശിവ ശംഭോ. ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ. ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ. ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ. ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ. ഹര 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 ശിവ 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 മഹാദേവ്. ശിവ 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 മഹാദേവ്. ഹര ഹര ശങ്കര ഗൗരീ ശങ്കര സാംബ സദാ ശിവ ശംഭോ. ഹര ശങ്കര ഗൗരീ ശങ്കര സാംബ സദാ ശിവ ശംഭോ. ശിവ ശിവ ശങ്കര പാർവതി വല്ലഭ ഗംഗാധര ശിവ ശംഭോ. ഗംഗാധര ശിവ ശംഭോ. ഹര 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 മഹാദേവ്. ഹര 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 മഹാദേവ്. ശിവ 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 മഹാദേവ്. ശിവ 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 മഹാദേവ്. നന്ദിവാഹന നാദഭൂഷണ. നന്ദിവാഹന നാദഭൂഷണ. നന്ദിവാഹന നാദഭൂഷണ. നീലകണ്ഠ ശിവ ശംഭോ. നീലകണ്ഠ ശിവ ശംഭോ. നീലകണ്ഠ ശിവ ശംഭോ. ശിവ ശംഭോ. Jai Shiva Shambho.
സൗണ്ടുകാരൊക്കെ വാ. മങ്ങാട് മഹാഗണപതി ഭഗവാനൊക്കെ എന്താ എല്ലാവരും എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനെന്താ മനുഷ്യനല്ലേ? അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം കൂടെ പിറപ്പാന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംശയമൊന്നുമില്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നാമം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി. നമശിവായൊക്കെ എല്ലാവർക്കും എന്തൊരു മടിയാണ് ചോദിക്കാൻ. എന്റെ ആഗ്രഹം എന്താ അറിയോ? നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണം, സമാധാനത്തോടുകൂടി ഇരിക്കണം. അതാഗ്രഹം. കൈയടിച്ച് പാസ്സാക്കാനാണ്. ഇവിടെ ആരും ഇല്ലെങ്കിലും കുമരഞ്ചിറ ഭഗവതി മതി എനിക്ക് നാമം ജപിക്കാൻ. ഞാൻ 2 മണിക്കൂർ അമ്മയെ നോക്കി നാമം ജപിച്ചു പോകും. കാരണം ഈ ദേശം നന്നാവേണ്ടത് എന്റെ കടമയാണ്. ഈ ക്ഷേത്രം നന്നാവേണ്ടത് എന്റെ ആഗ്രഹമാണ്. കാരണം ഞാൻ ക്ഷേത്രാധിഷ്ഠിതമായ പരിപാടിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഓരോ ക്ഷേത്രവും നന്നായിരിക്കണം. അതെന്റെ ഒരുപാട് ആഗ്രഹങ്ങളാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഭഗവാനില്ല, ഭഗവതിക്കില്ല. മനസ്സിലാവുണ്ടോ? നമ്മൾ അമ്മയെ ഒന്ന് വിളിക്കാം, അല്ലേ? നന്മയായും സത്യമായും. ഞാൻ പറയുന്നത് മലയാളം. നന്മയായും. ഇങ്ങനെ മനസ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവട്ടെ. എന്നും നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് എങ്ങനെ ജീവിക്കുന്നു പറയാം. 2 പ്രളയം, ശബരിമല വിഷയം, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സൊന്നും എന്താ തുറക്കാത്തത്? എന്താ തുറക്കാത്തത്? ഞാൻ ആരുമാണ്, എന്റെ FD ഒക്കെ പോവോ, ഞാൻ അങ്ങനെയുള്ള ഈ ജാതിയാണ്, അതുകൊണ്ട് ഒന്നുമില്ല അമ്മയ്ക്ക്. അമ്മയുടെ മക്കളൊക്കെ എല്ലാം അമ്മയ്ക്ക് തുല്യരാണ്. പ്രസാദത്തിന് എല്ലാവർക്കും പ്രത്യേക പ്രത്യേകം ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് ഒരുമിച്ച് കൊടുക്കുള്ളൂ. അദ്ദേഹത്തിന് ലേശം നിവേദിച്ചോണ്ടുണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്റെ അമ്മ എല്ലാവരും ഒരുമിച്ച് സംരക്ഷിക്കുന്നതാ. അങ്ങനെയല്ലയോ? നന്മയായും സത്യമായും. കുറച്ചു പേർക്ക് മാത്രമേ നന്മ സത്യമൊക്കെ ഉള്ളൂ. നന്മയായും സത്യമായും ചിന്മയി ഞാൻ നിന്നയോർക്കെ അമ്മയായി നീ ജ്ഞാനദുഗ്ധം നാവിൽ നിറയ്ക്കൂ കുമരഞ്ചിറ ഭഗവതി. നല്ല ശോഭല്ലേ അത്? ഇതൊക്കെ ഇവിടെ ഇരിക്കുമ്പോ ഓരോ തോന്നിക്കുക, അത്രേ ഉള്ളൂ. നന്മയായും സത്യമായും. എല്ലാരും മാർക്കൊക്കെ ഇടായിരിക്കുമോ? കൈയൊക്കെ കെട്ടി. ഞാൻ ആർക്കൊന്നും കൊടുക്കൂല, എനിക്കൊന്നും തരും വേണ്ട. മാർക്കൊക്കെ ഇട്ട്. ഇയാൾ അന്ന് അവിടെ പാടിയ പോലെ ആയില്ലല്ലോ. എന്റെ 56 വയസ്സായി. 8000 ഇഷ്ടം വേദിയായി. കെട്ടിയ മൈക്കില് കെട്ടിയ സമയത്ത് കെട്ടിയ ഭക്ഷണം കഴിച്ച് നാമം ജപിച്ചോണ്ട് അങ്ങ് പോവാ. എന്നും പ്രശ്നമേ ഉള്ളൂ. ബാധ്യതക്കാരനോ കുറെ സേവനം ചെയ്തോണ്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം. കൊടുത്തില്ലെങ്കിൽ കണക്കായി. നാമം ജപിച്ചോ. നന്മയായും സത്യമായും ചിന്മയി ഞാൻ നിന്നയോർക്കെ അമ്മയായി നീ ജ്ഞാനദുഗ്ധം. അറിവിന്റെ പാല് ജ്ഞാനദുഗ്ധം നാവിൽ നിറയ്ക്കൂ കുമരഞ്ചിറ ദേവിയെ. ഈ 4 വരി ഒന്ന് ശരിക്കും പാടണേ. ഞാൻ ഒരു ഏട്ടനായിട്ടൊരു കൂടപ്പിറപ്പായിട്ട് പറയാട്ടോ. അത് വലിയ ആളെ അല്ല. നിങ്ങൾ കാണുന്ന യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമിലെ ആളേ അല്ല ഞാൻ. 1 വർഷം 8 മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ ഒന്നും ചെയ്യുന്നില്ല. വേണ്ട അങ്ങനത്തെ പ്രശസ്തി പേരൊന്നും എനിക്ക് ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലത്ത് പോകുന്നവരുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ, വേദനകൾ മാറണം. അത് മാത്രമേ ഈ നാമജപം കൊണ്ടൊരു സന്തോഷം. എന്റെ നാമം കൊണ്ട് ഒരാൾക്കൊരു ആശ്വാസമാകുമെങ്കിൽ അത് തന്നെ യൂട്യൂബ്, അത് തന്നെ റീച്ച്, അത് തന്നെ കമന്റ്, അത് തന്നെ ലൈക്ക്. ഇത്രേ ആവശ്യമുള്ളൂ. എനിക്ക് കണ്ണു നടന്ന് കണ്ടോ?
വ്യക്തികളും സന്തോഷമായിട്ടിരിക്കണം. ഓരോ വേദനകളും അമ്മ മാറ്റിയിടണം. നന്മയായും സത്യമായും സത്യമായും ചിന്മയി ഞാൻ നിന്നെയോർക്കെ അമ്മയായി ജ്ഞാനദുഗ്ധം നാവിൽ നിറയ്ക്കൂ കുമരഞ്ചിറദേവിയേ അമ്മ അമ്മ നല്ലൊരമ്മ നന്മകൾ ചൊരിയും നമ്മുടെ അമ്മ നാടിനും വീടിനും ഐശ്വര്യമമ്മ കുമരഞ്ചിറയിലെ ഭഗവതിയമ്മ അമ്മ നന്മകൾ ചൊരിയും നമ്മുടെ അമ്മ നമ്മളൊരു കലാപരിപാടി കാണുന്ന പോലെ ഇരിക്കുന്നതിനെ കൊണ്ട് ടി വി കണ്ടുവന്ന് ഒരു 20 മിനിറ്റ് തന്നെ ഉറക്കം വരും. നമ്മൾ അതിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് കൈയടിച്ച് നാമം ജപിച്ചു നിങ്ങളുടെ ഉള്ളിലുള്ള ബയോടോക്സിൻസ് എല്ലാം പോകും. കാൽപിറ്റേഷൻ, കൊളസ്ട്രോള്,
രക്തോട്ടങ്ങളൊക്കെ മാറും. നാമം ജപിച്ചുകൊണ്ട് കൈയടിക്കണം. ഏത് സംഗീതം കേട്ട് കൈയടിച്ചാലും നാടൻ പാട്ടാവട്ടെ ഗാനമേള ആവട്ടെ അതിൽ സമ്പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് സമർപ്പിക്കുക. അപ്പൊ ശരിയാവും. രാധേശ്യ വിനോദ്ജി എവിടെയാ? എവിടെ ഇരിക്കണ വിനോദ്ജി? കാണുന്നില്ലല്ലോ. ബോംബെയിലെ ഖണ്ഡേശ്വർ വിനോദ്ജി എവിടാ? പുറത്തു പോയതാണോ? ശരി, ഓക്കെ. അവിടെ ഒരു വലിയ വിഷയത്തിൽ നല്ലൊരു ഇത് തന്നായിരുന്നു. തുടങ്ങട്ടെ. ഞാൻ ഗണപതിയാണ്, മങ്ങാട് ഗണപതി. സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാനം വന്ദേഹം 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 സർവസിദ്ധിപ്രദാചാരം വന്ദേഹം അമരാജിതം സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാചാരം വന്ദേഹം ഗണനായകം പമ്പാ ഗണപതിയേ പമ്പാ ഗണപതിയേ പമ്പാ ഗണപതിയേ പമ്പാ ഗണപതിയേ സുരശ്രേഷ്ഠം കർണചാമരഭൂഷിതം ഭാഷാകുശതരം ദേവം വന്ദേഹം ഗണനായകം. നമ്മുടെ കാരണവന്മാരെ മുത്തശ്ശന്മാരെ വന്നിക്കണം. വേണ്ടയോ? അയ്യപ്പൻ കാലത്ത് കുറെ ഗുരുസ്വാമിമാരുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ അയ്യപ്പസ്വാമിമാര് നിറയാണ്. നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ശബരിമല. നിങ്ങളുടെ ക്ഷേത്രം തുടങ്ങി അങ്ങോട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാരണവന്മാരെ വന്നിക്കണം. ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ
ഗണപതിയെ വിളിക്കാൻ പോകണം. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ശരീരത്തിലെ, നിങ്ങളുടെ കർമ്മപഥത്തിലുള്ള സകല വിഘ്നങ്ങളും ഗണപതി ഭഗവാൻ കുമരഞ്ചിറയിൽ ഇരിക്കുന്നുണ്ട്. കണ്ണടച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണടക്ക്, എന്നിട്ട് നാമം ജപിക്ക്. ഞാൻ വിളിക്കട്ടെ മഹാഗണപതിയെ, മള്ളിയൂർ മഹാഗണപതിയെ. ഗണപതിയെ ഗണപതിയെ ഒരിക്കൽ കൂടെ കണ്ണടച്ചോ, പ്രാർത്ഥിച്ചോ. ഗണപതിയെ ഗണപതിയെ ഒരിക്കൽ കൂടെ കണ്ണടച്ചോ, പ്രാർത്ഥിച്ചോ. ഒന്നൊക്കെ മൂന്ന്. ഗണപതിയെ 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 ഗുണനിധിയെ ഗജപതിയെ മറുപതിയെ ഭഗവതിയെ കുമരൻശിര ഗണപതിയെ മങ്ങാട് ഗണപതിയെ പമ്പ ഗണപതിയെ മള്ളിയൂർ ഗണപതിയെ. കൈയടിച്ചുകൊണ്ട് ജപിച്ചോ. ഗണപതിയെ ഗജമുഖനെ ശരണം ശരണം വിനായക. ഗജമുഖനെ ശരണം ശരണം വിനായക.
नाच नाच रे गणराय बाजे मृदंग ताल बिना नाच नाच रे गणराय बाजे मृदंग ताल बिना तवागुरगनि मिनत्तित्तगनि धिमिकिड़ा 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 അമ്മയുടെ പാദത്തിൽ അല്ലെ എങ്ങനെയല്ലേ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ എന്തൊക്കെ അമ്മ ചീത്ത പറഞ്ഞാലും അടിച്ചാലും ചീത്ത പറഞ്ഞാലും എല്ലാമില്ല വീട്ടുവാന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം വന്നാലും ആ പെറ്റമ്മയുടെ ആ മടിയിലൊന്ന് പോയി കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ശരിയല്ലേ? ശരിയാണോ? സാരമില്ല ഒക്കെ ശരിയാവുമ്പോ എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു ആശ്വസിപ്പിക്കൽ ആ അമ്മയിൽ നിന്ന് നമ്മൾ കുമരന്തരയുടെ അമ്മയുടെ ഭാഗത്തിലേക്ക് ഒന്ന് വീഴാം. അമ്മേ സുഖം 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 ശരിയല്ലേ ഞാൻ പറയണേ? ശരിയാണോ? അല്ലേ? അമ്മയ്ക്ക് നമ്മളെ പോലെ കമ്പ്യൂട്ടർ നോളജ് ഒന്നുമില്ല. പാടത്തും റബ്ബർ വെട്ടിയും കഷ്ടപ്പെട്ടും അല്ലെ കടയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ വീട്ടു ജോലിയൊക്കെ നോക്കി എന്റെ മക്കൾ നന്നായി ഡോക്ടർ ആവട്ടെ എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്നൊരമ്മ. നമ്മളൊക്കെ എന്തൊക്കെ വിഷമം വന്നാലും അത് കറുത്തിട്ടായിരിക്കും അമ്മ. നമുക്കൊന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ മുന്നിൽ കാണിക്കാൻ പോലും ചിലപ്പോ ഇന്നത്തെ കുട്ടികൾക്ക് മടിയാണ്. പക്ഷെ അമ്മ ആണല്ല. ആ അമ്മയില്ലാതെ നമ്മളില്ല. നമ്മൾ മരിച്ചാൽ പോലും അമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ട് കുമരഞ്ചിറ അമ്മ നമ്മളിലേക്ക് എല്ലാ അമ്മമാരുടെ അനുഗ്രഹം തരട്ടെ. സർവസൗഖ്യം. എന്നിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം കണ്ണുനീരോടെ. അമ്മേ സുഖം സുഖം തവ പാദം പത്മങ്ങളിൽ മാത്രം. അമ്മേ സുഖം സുഖം തവ പാദം പത്മങ്ങളിൽ മാത്രം. നിന്നെ നിനച്ചും നയനങ്ങളിൽ അശ്രുവാളും ദൂരം നിനച്ചും ഹൃദയത്തിലൂട്ടും. ചെമ്മേ സുഖം സുഖം സുഖമെന്നൊരിയാടിയാലും അമ്മേ സുഖം ഭഗവാനങ്ങളിൽ മാത്രം. എല്ലാവരും നാരായണി ചൊല്ലിക്കണം കേട്ടോ. നമ്മുടെ അമ്മയോട് നമ്മൾ ഇതുവരെ എന്തെങ്കിലും മുഖതാവിലോ കർമ്മത്തിലോ ചെയ്ത തെറ്റിൽ ഇവിടെ പെടാം. അതൊക്കെയാണ് സമസ്താപരാധം. അമ്മയുടെ അനുഗ്രഹം എവിടെ എത്തൂല മക്കളെ. എന്ത് തന്നെ വന്നാലും ആ അമ്മ അനുഗ്രഹിക്കട്ടെ. ആദിപരാശക്തി കുമരചിറയിലയമ്മേ ദേവി അഭയപ്രദായിനിയേ. ചിറയിലയമ്മേ ദേവി അഭയപ്രദായിനിയേ.
കാളി കാളി മഹാകാളി. എന്തോ ഇതുവരെ ഒന്നും തന്നിട്ടില്ല ദൈവം എന്ന് വിചാരിക്കും ഈ വർത്താനം കേട്ടുകഴിഞ്ഞാൽ. നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട്, എല്ലാം നല്ല സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ആർത്തി മാത്രമേ പറഞ്ഞിട്ടില്ലാത്തുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ സന്തോഷം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. നിങ്ങളുടെ കുലത്തെ സംരക്ഷിക്കുന്നവർ, ദേശത്തെ സംരക്ഷിക്കുന്നവർ, അവർക്ക് വരഞ്ചിര ഭഗവതി. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ പിന്നാട് കൊടുവാളെ ചുടുകാളിക ചോലൈ നീരാട്. ഇവിടെ പൊങ്കാല ഉണ്ടാവും. എല്ലാരും ചെല്ലോ കൂടെ ഈ പാട്ട് പാടും എവിടെ പാടും 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 നിങ്ങളുടെ എന്താ മിണ്ടാതിരിക്കണം? മഴ പെയ്തപ്പത്തെ തുടങ്ങുവാണ്. പാടും. ചെല്ലിക്കോ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാട് കൊടുവാളെടുത്ത് ചുരുളാരിക ചോരയിൽ നീരാട്. കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാട് കൊടുവാളെടുത്ത് ചുരുളാരിക ചോരയിൽ നീരാട്. മനസ്സ്
ഞങ്ങൾ പാടി